വെൽക്കം ബാക്ക് ടു സി ടോക്ക്. സി ടോക്കിൽ ഇന്ന് നമ്മുടെ കൂടെയുള്ളത് സാഹിറ മിസ് ആണ്. ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് ടീച്ചറായിട്ടുള്ള സാഹിറ മിസ്, വെൽക്കം സി ടോക്ക്. താങ്ക് യു സോ മച്ച്. ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് ടീച്ചറായിട്ടുള്ള സാഹിറ മിസ് ആണ്. സാഹിറ മിസ് TTC. എന്താണ് ഈ ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് TTC? അതിനെ കുറിച്ച് ഒന്ന് ഏതൊക്കെ ടൈപ്സ് ഓഫ് ഡ്രോയിങ് ശരിക്കും പറഞ്ഞാൽ ബാക്കി എല്ലാ കോഴ്സിനും ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് TTC. എന്താണ് ഈ ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് TTC? അതിനെ കുറിച്ച് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? യെസ് ശ്രുതി, ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് TTC ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ കേരളത്തിൽ അധികം ആരും അത്ര ശ്രദ്ധ നേടാത്ത ഒരു ഫീൽഡാണ് ഈ ഒരു ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് TTC എന്നുള്ളത്. നമുക്ക് ശരിക്കും പറഞ്ഞാൽ ബാക്കി എല്ലാ കോഴ്സിനെ കാട്ടിലും നമുക്ക് ഒരു ടീച്ചിങ് കരിയറാണ് നമ്മൾ നോക്കുന്നതെന്നുണ്ടെങ്കിൽ ഏറ്റവും ഫാസ്റ്റായിട്ട് ജോബ് ഓപ്പർച്യൂണിറ്റി കിട്ടുന്നൊരു മേഖല കൂടിയാണ് ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് TTC. ഈ ഒരു ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് TTCന്ന് ഞാൻ പോലും ശരിക്കും പറഞ്ഞാൽ ഇതിനെക്കുറിച്ച് അറിഞ്ഞത് കൂടുതലായിട്ട് അറിയാൻ എനിക്ക് സാധിച്ചത് ഞാൻ അബ്രോഡ് ഉണ്ടായ സമയത്ത് അവിടുത്തെ സ്കൂളുകളിൽ ഇങ്ങനെ ഒരു വേക്കൻസി ഉണ്ട്, ഈ ഒരു വേക്കൻസിയിലൊന്ന് അപ്ലൈ ചെയ്ത് നോക്കുമെന്ന് അറിയുമ്പോൾ ആ ഒരു ക്വസ്റ്റ്യനിലൂടെയാണ് ഞാൻ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാനും പഠിക്കാനും എനിക്ക് സാധിച്ചത്. ശരിക്കും പറഞ്ഞാൽ ബാക്കി എല്ലാ ടീച്ചിങ് ഫീൽഡിനേക്കാളും നമുക്ക് ഒരുപാട് കൂടുതൽ സാലറി, കൂടുതൽ ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഫീൽഡ് കൂടിയാണ് ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് TTC. നമ്മൾ മറ്റുള്ള സബ്ജക്ട്സ് നമ്മൾ എടുക്കുന്ന സമയത്ത് നമ്മൾക്ക് സ്കൂളുകളിൽ പോയി നമ്മൾ പഠിപ്പിക്കുക, അതിൽ നിന്നൊരു സാലറി കിട്ടുക, അങ്ങനെയായിരിക്കും നമ്മൾ കാര്യങ്ങൾ. മറിച്ച് ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് ഫീൽഡിലേക്ക് വരുന്ന സമയത്ത് നമ്മൾക്ക് സ്കൂളിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് ആവശ്യം വരുന്നില്ല. നമ്മളൊരു ആർട്ടിസ്റ്റായി മാറിയിരിക്കുകയാണ്. നമ്മൾ ഈ ഒരു കോഴ്സ് എടുക്കുന്നതിലൂടെ നമ്മളൊരു ആർട്ടിസ്റ്റായി മാറിയിരിക്കുകയാണ്. നമുക്ക് സെൽഫായിട്ട് ഒരു ഓൺട്രപ്രണർ കൂടി നമ്മൾ അതിൽ നിന്ന് മാറിയിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ അതിൽ നിന്ന് നല്ലൊരു വരുമാനം നമ്മൾക്ക് കിട്ടുന്നുണ്ട്. എൻ്റെ ഈ ഒരു ജേണി പറയുകയാണെങ്കിൽ 9 years എക്സ്പീരിയൻസ് എനിക്കുണ്ട് ഈ ഒരു ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് ഫീൽഡിൽ. ആ ഒരു ഞാൻ എൻ്റെ ഒരു പാഷൻ വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു ഫീൽഡിലേക്ക് കയറിയത്. അതിനോടുള്ള താല്പര്യം വെച്ച് കുറേ കാര്യങ്ങൾ ഉണ്ടാക്കി, പിന്നെ അതൊരു ഗിഫ്റ്റ് ആ ഒരു ഏരിയയിലേക്ക് പോയി, പിന്നെ അങ്ങനെ ഒരു ചെറിയൊരു ഓൺട്രപ്രണറായി അതിൽ നിന്നും ഏണിങ്സ് ഉണ്ടാക്കാൻ തുടങ്ങി. പിന്നീടാണ് ഇതിനൊരു ടീച്ചിങ് കരിയർ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കിയതും കൂടുതൽ കാര്യങ്ങൾ ഞാനതിൽ പഠിക്കാൻ ശ്രമിച്ചതുമൊക്കെ. അപ്പോൾ ഈ ഒരു ഞാനൊരു ഇപ്പോൾ സീഡിൽ ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നതോടൊപ്പം ഞാൻ ICC സ്കൂളിൽ ഹവേഴ്സ് ആയിട്ട് ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു വർക്കിംഗ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന സാലറി എന്ന് പറയുന്നത് ഹവേഴ്സിൽ 1000 ആണ് എനിക്ക് കിട്ടുന്ന സാലറി എന്ന് പറഞ്ഞാൽ. ഇതേപോലെ ഞാൻ CBSE സ്കൂളിലും വർക്ക് ചെയ്യുന്നുണ്ട്. അതല്ല, ഞാനിപ്പം സീഡ് ഇൻ്റർനാഷണൽ ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് ടീച്ചറായിട്ടും പിന്നെ അതുപോലെ ക്രിയേറ്റീവ് ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് ടീച്ചറായിട്ടും ഒക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു കാര്യത്തിൽ നമ്മൾ ഫോക്കസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് പല വിധത്തിലാണ് നമുക്ക് ഏണിങ്സ് വരുന്നത്. അപ്പം ഈ ഒരു ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് TTC എന്നുള്ളത് കൊണ്ട് നമുക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു TTC ഫീൽഡ്, ഒരു ടീച്ചിങ് ഫീൽഡ് തന്നെ നമുക്ക് എടുത്ത് നോക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഒരു സീഡിൻ്റെ ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് TTCയിൽ ജോയിൻ ചെയ്ത ഒരു വ്യക്തിക്ക് എന്തൊക്കെയാണോ നമുക്ക് സ്കൂളുകളിൽ ആർട്ട് ടീച്ചറായിട്ട് വേണ്ടത് അതൊക്കെ നമ്മളിവിടെ കൊടുക്കുന്നുണ്ട്. നമ്മൾ ഏതൊക്കെ സബ്ജക്റ്റുകളാണ് ഫോക്കസ് ചെയ്യേണ്ടത്, ഡ്രോയിങ്സ്, സ്കൾപ്ചേഴ്സ്, ഗാർമെൻറ്റ്സ്, പിന്നെ ടെക്സ്റ്റൈൽസ് ആർട്ട്, ഇതൊക്കെ നമ്മൾ ഈ ഒരു സിലബസിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെ നമുക്കൊരു സ്കൂളുകളിൽ ടീച്ചറായിട്ട് ഇൻ്റർവ്യൂ പോകുന്ന സമയത്ത് നല്ല രീതിക്ക് നമുക്കവിടെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനും ഒക്കെ സാധിക്കും. പിന്നെ നമ്മുടെ ഇതിൻ്റെ ഒരു രീതി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് MCQ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മളുടെ ഈ സീഡിൻ്റെ ആർട്ട് എക്സാമിൽ വരുന്നത്. പിന്നെ അതുപോലെ പ്രൊജക്റ്റ് വർക്ക്, വൈവ, പോർട്ട്ഫോളിയോ മേക്കിംഗ് ഒക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ പോർട്ട്ഫോളിയോ ഉണ്ടാക്കുന്നുണ്ട്, നമ്മൾ പ്രൊജക്റ്റ് വർക്ക് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് എങ്ങനെയാണ് നമുക്കൊരു സ്കൂളുകളിൽ പെട്ടെന്ന് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനും ഒക്കെ യൂസ്ഫുള്ളാണ്. പിന്നീടുള്ളൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ആർട്ട് ഇപ്പം നമ്മൾ ഒരു എയ്ഡഡ് സ്കൂളുകളിലും അൺഎയ്ഡഡ് സ്കൂളുകളിലും പിന്നെ CBSE, ICSE എല്ലാ കരിക്കുലത്തിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഒരു ആർട്ട് ടീച്ചറായിട്ട് നമ്മളുടെ ഈ ഒരു കോഴ്സ് എടുത്താൽ നമുക്ക് ജോയിൻ ആവാൻ പറ്റുന്നുണ്ട്. നമുക്കിപ്പം PSC എഴുതണം, അല്ലെങ്കിൽ നമുക്കൊരു ഗവൺമെൻറ് സ്കൂളിൽ ആർട്ട് ടീച്ചറായിട്ട് പോകണം, അതാണ് നമുക്ക് താല്പര്യം എന്നുണ്ടെങ്കിൽ
നമുക്ക് ഈ ഒരു കോഴ്സ് കഴിഞ്ഞതിന് ശേഷം എല്ലാവരും കൂടുതലായിട്ട് ഡൗട്ട്സ് ചോദിക്കുന്ന ഒരു കാര്യമാണ്. നമ്മൾ ഈ ഒരു ഡിപ്ലോമ കോഴ്സ് എടുത്തു, TTC കോഴ്സ് എടുത്തു, ഇനി നമുക്ക് ഒരു ഗവൺമെൻറ് ടീച്ചറായിട്ടാണ് എനിക്ക് ആർട്ടിൽ പോകേണ്ടത്. അപ്പോൾ ഗവൺമെൻറ് ആർട്ട് ടീച്ചറായിട്ട് എനിക്ക് വർക്ക് ചെയ്യണം. അതിന് ഞാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, അത് നമുക്ക് പറ്റുമോ എന്നുള്ള ക്വസ്റ്റ്യൻസ് ഒരുപാട് വരാറുണ്ട്. അപ്പം അതിനുള്ള മറുപടിയാണ്, സീഡിൻ്റെ ഈ ഒരു കോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് KGTE എന്നുള്ള ഒരു എക്സാം ഉണ്ട്. ഗവൺമെൻറ് അംഗീകൃത എക്സാമാണ്. നമ്മളുടെ ആ ഒരു എക്സാം നമുക്ക് എഴുതിയിട്ടുണ്ടെങ്കിൽ, അതിൽ അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്കൊരു ഗവൺമെൻറ് സ്കൂളുകളിലേക്ക് ആർട്ട് ടീച്ചറായിട്ട് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അതിൽ പുറമെ നമുക്ക് ഇനി എന്ത് ചെയ്യണം, നമുക്ക് കേട്ടിട്ട് എടുക്കണം, PSC എടുക്കണം, അതൊക്കെ എടുക്കണമെങ്കിൽ നമുക്ക് ഈ ഒരു KGTE എക്സാം നിർബന്ധമാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു KGT എക്സാം വളരെ എളുപ്പമാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ അതിലൊക്കെ ഫോക്കസ് ചെയ്തിട്ടാണ് നമ്മളിവിടെ സിലബസും ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അതിൽ വരുന്നത് നമുക്ക് ഡ്രോയിങ്സ്, മെയിനായിട്ട് വരുന്നത് ഡ്രോയിങ്സ് ആണ്. അപ്പം ഏതൊക്കെ ടൈപ്സ് ഓഫ് ഡ്രോയിങ്സ് ആണ് നമ്മൾക്ക് എക്സാംസിലേക്ക് വരിക, ആ കാര്യങ്ങളൊക്കെ ഇൻവോൾവ് ചെയ്തിട്ടാണ് നമ്മളിവിടെ സിലബസും ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അതിനാൽ തന്നെ നിങ്ങൾക്ക് ഒരു സ്കൂളുകളിലേക്ക് ഗവൺമെൻറ് സ്കൂളിലേക്ക് ജോയിൻ ആവണമെന്നുണ്ടെങ്കിൽ ഈ ഒരു എക്സാം എഴുതിയാലേ എന്തായാലും പറ്റുള്ളൂ. ഈ ഒരു എക്സാം എഴുതുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് യൂസ്ഫുൾ ആവും. നമ്മുടെ ഈ സീഡിൻ്റെ പ്രത്യേകത എന്തെന്നാൽ, നമ്മളിവിടെ കൊടുക്കുന്ന ഫാക്കൽറ്റി പൂൾസ്, ഫാക്കൽറ്റി ടീംസ്, നമ്മൾ വളരെ ട്രെയിനിങ് ആയിട്ടുള്ള, വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ടീച്ചേഴ്സിനെയാണ് നമ്മൾ ഇവിടെ ഫാക്കൽറ്റീസായിട്ട് നമ്മൾ നിയമിച്ചിട്ടുള്ളത്. ഇതേപോലെ ഗവൺമെൻറ് സ്കൂളിൽ ആർട്ട് ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്ന ടീച്ചേഴ്സും അതുപോലെ എയ്ഡഡ് സ്കൂളിൽ വർക്ക് ചെയ്യുന്ന ടീച്ചേഴ്സിനൊക്കെയാണ് നമ്മളിവിടെ ഫാക്കൽറ്റീസായിട്ട് നിയമിച്ചിട്ടുള്ളത്. നമുക്ക് ഇപ്പം ഈ ഒരു സ്കൂളുകളിൽ NEP NCF ഒക്കെ വന്നതിന് ശേഷം നമ്മളുടെ ടെക്സ്ചർ തന്നെ ആകെ മൊത്തത്തിൽ ചേഞ്ച് ആയിരിക്കുകയാണ്. ഞാനൊരു സ്കൂൾ ടീച്ചർ ആയതുകൊണ്ട് തന്നെ എങ്ങനെ സ്കൂൾ ഇപ്പോൾ ബുക്സിൻ്റെ കാര്യത്തിലാണെങ്കിലും സ്റ്റഡി മെത്തേഡ്, മെറ്റീരിയൽസ്, എല്ലാം ശരിക്കും പറഞ്ഞാൽ ടോട്ടലി ചേഞ്ച് ആയിരിക്കുകയാണ്. ഒരു സ്കൂളിൽ ആർട്ട് ടീച്ചർ എന്നുള്ള വേക്കൻസി, അത് ആ ഒരു പോസ്റ്റ് അവിടെ ഉള്ളതാണ്. അതിപ്പോൾ CBSE സ്കൂളിലാണെങ്കിൽ പോലും നിർബന്ധമാക്കിപ്പെട്ടിട്ടുണ്ട് ഒരു ആർട്ട് ടീച്ചർ എന്നുള്ള ഒരു അവിടെ ആ ഒരു ഒഴിവ് എല്ലാ സ്കൂളുകളിലും ഉണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നന്നായി ഈ കോഴ്സ് അറ്റൻഡ് ചെയ്താൽ നിങ്ങൾക്ക് KGTE എക്സാം വഴി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു എയ്ഡഡ് സ്കൂളിലോ അൺഎയ്ഡഡ് സ്കൂളിലോ എവിടെയാണെങ്കിലും നിങ്ങൾക്ക് ആർട്ട് ടീച്ചറായിട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ജോയിൻ ആകാൻ പറ്റും. അതെല്ലാം നമുക്ക് PSC വഴി തന്നെ നമുക്ക് ജോയിൻ ആവണമെന്നുണ്ടെങ്കിൽ, PSC എക്സാമിന് തയ്യാറെടുക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ KGT എക്സാം എഴുതി നമുക്ക് ആ ഒരു രീതിയിൽ കൂടി നമുക്ക് പോകാൻ പറ്റുന്നതാണ് കേട്ടോ. പക്ഷേ ആർട്ട് പല കാറ്റഗറീസ് ഉണ്ട്. ആ ഒരു രീതിയിൽ നമുക്ക് നോട്ടിഫിക്കേഷൻ വരുന്ന രീതിയിൽ അങ്ങനെ ഡ്രോയിങ്സിൻ്റെ ആ ഒരു രീതിയിൽ മാത്രമായിരിക്കും നമുക്ക് PSCക്ക് വിളിക്കുക. അല്ലാതെ PSCക്ക് ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് ടീച്ചർ എന്നുള്ള നിലക്ക് ഒരു കോളിങ് PSCയിൽ ഉണ്ടായിരിക്കുന്നതല്ല. പിന്നെ നമുക്ക് ഇതിലുപരി ഇപ്പോൾ ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് ടീച്ചിങ്ങിൻ്റെ ഫീൽഡാണ് ഞാനിപ്പം പറഞ്ഞിട്ടുള്ളത്. അതിൽ നമുക്കൊരിപ്പോൾ നമ്മളധികം സ്ത്രീകളാണ് അല്ലേ, അപ്പം നമുക്ക് എല്ലായ്പ്പോഴും ഡെയിലി പോയി പഠിപ്പിക്കാൻ പറ്റിയെന്ന് വരില്ല. ചില ആ ഒരു ബുദ്ധിമുട്ടുകളെല്ലാം നേരിടേണ്ട ചില സിറ്റുവേഷൻസ് നമ്മളെ ലൈഫിലെല്ലാം ഉണ്ടാവാം. അപ്പോൾ നമുക്ക് ഈ ഒരു ആർട്ട് പഠിച്ചതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ നമുക്ക് ഒരുപാട് വരുമാന മാർഗ്ഗങ്ങൾ, ഒരുപാട് വഴികൾ നമുക്കിതിലൂടെ തുറക്കുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ നമുക്കിതിൽ ആർട്ടിൽ ഡ്രോയിങ്സ്, എംബ്രോയിഡറീസ്, പിന്നെ അതുപോലെ തന്നെ ബൊക്കേസ്, അങ്ങനെയുള്ള ഐറ്റംസ്, കുറേ ഐറ്റംസ് നമ്മളിതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ ഒരു തരത്തിൽ നിങ്ങൾക്ക് സർപ്രൈസ് ഗിഫ്റ്റ് പോലെ ചെയ്തിട്ടോ അങ്ങനെ ഏണിങ്സ് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ സാധിക്കും. ഇപ്പോൾ ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്നതാണ് ഇങ്ങനെ പോൾട്രേറ്റ് ഡ്രോയിങ്സ് വരക്കാനാണെങ്കിലും പോക്കറ്റ്സ് മേക്കിംഗ് ആണെങ്കിലും ഫോട്ടോ എംബ്രോയിഡറി ആണെങ്കിലും ഒക്കെ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ഒരു സോഷ്യൽ മീഡിയയിൽ ഏറ്റവും ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതിൽ മാത്രം നമുക്ക് ഫോക്കസ് ചെയ്തുകൊണ്ട് നമുക്ക് ഏണിങ്സ് ഉണ്ടാക്കാൻ സാധിക്കും. മാത്രമല്ല ഇപ്പം ഇങ്ങനെ ആർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട്, ഒരുപാട് ആർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട്. അവിടെ നമുക്ക് ഒരു മെൻറ്ററായിട്ട് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് ഫ്രീലാൻസ് ആയിട്ട് ഇതുപോലെ നമുക്ക് ഫ്രീലാൻസ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ മാത്രമല്ല നമ്മളുടെ സ്കൂളുകളിൽ 1 ഡേ പ്രോഗ്രാം, 1 ഡേ വർക്ക്ഷോപ്പ് അങ്ങനെ നമുക്ക് സ്കൂളുകളിൽ കണ്ടക്ട് ചെയ്യാൻ പറ്റും, ലൈബ്രറീസിൽ കണ്ടക്ട് ചെയ്യാൻ പറ്റും. മാത്രമല്ല നമുക്കിപ്പം സമ്മർ ടൈമിൽ അതേപോലെ വിൻ്റർ ടൈമിലൊക്കെ നമുക്ക് ഫ്ലീ മാർക്കറ്റ് അങ്ങനെയൊക്കെ നമ്മുടെ നാട്ടിലിപ്പോൾ സുലഭമാണ് അല്ലേ.
ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് മാറിയിരിക്കുകയാണ് ഫ്ലീ മാർക്കറ്റ്സുകളെല്ലാം, എക്സിബിഷൻസ്, ഫ്ലീ മാർക്കറ്റ്സ് എല്ലാം. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് നമ്മളുടെ കയ്യിൽ സർട്ടിഫിക്കറ്റ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ഭാരവാഹികളെ നമുക്ക് കണ്ടുമുട്ടാനും അവർക്ക് നമ്മളുടെ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് നമുക്ക് അവിടെ ഒരു ഫ്ലീ മാർക്കറ്റ് തന്നെ നമ്മളുടെ ഐറ്റംസ്, നമ്മളുടെ പ്രൊഡക്ട്സ് നമുക്ക് അവിടെ വെച്ച് സെല്ല് ചെയ്യാനും അത് അറേഞ്ച് ചെയ്യാനും ഒക്കെ നമുക്ക് സാധിക്കുന്നതാണ്. പിന്നെ നമുക്ക് ഇതിൽ ഒരുപാട് ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം യൂസ് ചെയ്തിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന സാധനം ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് സെല്ല് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓക്കെ, ഇപ്പം നമ്മളൊരു ആർട്ടിസ്റ്റ് നമ്മൾ ഉണ്ടാക്കിയ ഒരു പ്രൊഡക്റ്റ് അത് എത്ര രൂപക്ക് സെല്ല് ചെയ്യണം, അതെങ്ങനെ സെല്ല് ചെയ്യണം എന്നൊക്കെയുള്ളത് നമ്മളുടെ കയ്യിലാണ് ഇരിക്കുന്നത്. ഓക്കെ, നമ്മളൊരു സാധനം ഹോൾസെയിലിൽ എടുത്തിട്ട് റീറ്റെയിൽ സെയിൽ ചെയ്യുന്ന സംഭവമല്ല. നമ്മളൊരു കഴിവിനെ, നമ്മളുടെ ഒരു കലയാണ് നമ്മൾ എന്ത് ചെയ്യുന്നുള്ളത് ഉണ്ടാക്കി മാറ്റുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം, നമുക്ക് ഒരു ഡ്രോയിങ് വരച്ചാൽ തന്നെ അത് നമ്മൾ നിശ്ചയിക്കുന്ന വിലയായിരിക്കും നമുക്ക് കിട്ടുക. അങ്ങനെ ഒരുപാട് ബെനിഫിറ്റ്സ് ഉള്ള ഒരു മേഖലയാണ് ഈ ആർട്ട് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് മാത്രമല്ല ഇങ്ങനെ വർക്ക്ഷോപ്പുകൾ അറ്റൻഡ് ചെയ്താൽ തന്നെ നമുക്ക് അതിൽ നിന്നും നല്ലൊരു ഏണിങ്സ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും വർക്ക്ഷോപ്പുകൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഞാൻ ഒരു സമയത്ത് ബൊക്കെ മേക്കിങ്ങിലാണ് വർക്ക്ഷോപ്പ് കണ്ടക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നീട് ഞാൻ ചെയ്യുന്ന വർക്ക്ഷോപ്പ് പൈപ്പ് ക്ലീനർ ക്രാഫ്റ്റോ അല്ലെങ്കിൽ ഡ്രോയിങ്സോ അങ്ങനെയായിരിക്കും ഞാൻ ചെയ്യുക, അല്ലെങ്കിൽ ക്യൂലിംഗ് ആർട്ട്, എന്തൊക്കെയാണോ ഞാൻ ഓരോ സെപ്പറേറ്റ് ആയിട്ട് ഓരോ വർക്ക്ഷോപ്പ് കണ്ടക്ട് ചെയ്യും. അത് മേ ബി ഓഫ്ലൈനിലായിട്ട് വെക്കും, അതുപോലെ ഓൺലൈനായിട്ടും വെക്കും. അപ്പോൾ നമുക്കൊരു സ്റ്റുഡൻസിൻ്റെ കയ്യിൽ നിന്ന് ഒരാളുടെ കയ്യിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഫീ എന്ന് പറയുന്നത് 700, 600. ആ ഒരു ഏരിയ എങ്ങനെയാണ്, ആ ഏരിയയ്ക്ക് അനുസരിച്ച് നമുക്ക് അതിൽ നിന്നുള്ള ഫീയും നമുക്ക് വാങ്ങാൻ പറ്റുന്നുണ്ട്. അപ്പം ഒരു നല്ലൊരു ഏണിങ്സ് നമുക്ക് ആ ഒരു മേഖലയും കൂടി നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഒരുപാട് ബെനിഫിറ്റ്സ് ഉള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ഈ ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് എന്നുള്ളത്. അപ്പം എല്ലാവരും എന്ത് ചെയ്യുക, മാക്സിമം നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യുക. പിന്നെയെന്ന് പറഞ്ഞെങ്കിൽ നമുക്ക് ഒരുപാട് സ്ട്രെസ്സില്ല, നമുക്ക് ഈസി ആയിട്ട് പഠിക്കാനും നമ്മൾ ഓരോ പ്രൊജക്റ്റ് വർക്കാണെങ്കിലും ഒക്കെ നമുക്ക് നല്ല രീതിയിൽ മൈൻഡ് റിലീഫായിട്ട് ചെയ്യാൻ പറ്റുന്നു. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈ ആർട്ട് കാറ്റഗറി എന്നെല്ലാം പറഞ്ഞാൽ നമുക്ക് ഒരുപാട് സ്ട്രെസ് റിലീഫുള്ള കാര്യം കൂടിയാണ്. പിന്നെ ഞാൻ പറയാൻ വിട്ടുപോയൊരു കാര്യമുണ്ട്, നമ്മളുടെ ഈ ആർട്ടിൽ നമ്മൾക്ക് വേറൊരു വഴി കൂടി ഉള്ളത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളിത് പഠിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഇപ്പം അമേരിക്ക അങ്ങോട്ടുള്ള നാടുകളിലെല്ലാം ഓട്ടിസം ബാധിച്ച കുട്ടികൾക്ക് ഇപ്പം ട്രീറ്റ്മെൻറ്റിൻ്റെ ഒരു ഭാഗമാണ് ഈ ആർട്ട്. ഓക്കെ, അവർക്ക് ഒറിഗാമീസ്, കളർ പെയിൻറ്റിങ്സ് ഇതൊക്കെ വെച്ചിട്ട് അവർക്കൊരു ട്രീറ്റ്മെൻറ്റ് തന്നെ നടത്തുന്നുണ്ട്. അതിൽ അവർ പരീക്ഷിച്ച സമയത്ത് അതിൽ ചെറിയൊരു വേരിയേഷൻസ് സംഭവിച്ചു എന്നാണ് അവിടുത്തെ ഡോക്ടേഴ്സ് പറയുന്നത്. അതുകൊണ്ട് തന്നെ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ എടുത്ത ഒരു വ്യക്തിക്ക് ആർട്ട് ആൻഡ് ക്രാഫ്റ്റും കൂടി അറിയുന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ എന്ത് ചെയ്യാൻ പറ്റും, ഒരു ടീച്ചറായിട്ട് നല്ലൊരു സാലറിയോടുകൂടി പ്രവർത്തിക്കാൻ നമുക്ക് സാധിക്കും. ഇപ്പം നമ്മളുടെ നാട്ടിൽ ഇതുപോലുള്ള കുട്ടികളെ മാറ്റി നിർത്തുന്നില്ല, മുമ്പത്തെ പോലെയല്ല. ഇപ്പം ഇതിന് മാത്രമായിട്ട് നമ്മൾ കുറേ ആർട്ട് ഗാലറിയിലത്തെ ആൾക്കാരൊക്കെയാണ് ഇവർക്ക് പ്രോഗ്രാമൊക്കെ ചെയ്തു കൊടുക്കുന്നത്. അതേപോലെ അതേ സ്കൂളുകളിൽ ഇങ്ങനെ ഒരു വേക്കൻസീസും കൂടി ഉണ്ട് കേട്ടോ, കൊടുക്കുന്നുണ്ട്. പല മേഖലകളിലുണ്ട് ഈ ഒരു ആർട്ട് എന്നുള്ള സംഭവം എന്ന് പറഞ്ഞെങ്കിൽ അത് എത്രയോ വലുതാണ്. നമുക്കിതിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പുതിയതായിട്ട് ഇങ്ങനെ ക്രിയേറ്റ് ആയിക്കൊണ്ടിരിക്കും. നമ്മളുടെ ശരിക്കും പറഞ്ഞാൽ ഒരു കാര്യം ചെയ്യുമ്പോഴായിരിക്കും നമുക്ക് വേറൊരു കാര്യം നമുക്ക് ക്രിയേറ്റീവായി നമ്മളുടെ മൈൻഡിലേക്ക് വരാം. അപ്പോൾ നമുക്ക് ഇത് ചെയ്താൽ നമുക്ക് ഇങ്ങനെ ശരിയാവും, അതൊന്ന് കഴിയുമ്പോഴായിരിക്കും മറ്റുള്ളവരിലേക്ക് ഒരു തിങ്ക് വരെ. ശരിക്കും പറഞ്ഞാൽ ക്രിയേറ്റീവായിട്ട് നമ്മളെ തിങ്കിങ് ഭയങ്കര ഡെവലപ്പ് ചെയ്യുന്ന ഒരു ഏരിയ കൂടിയാണ് ഈ ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് എന്നുള്ളത്. അപ്പം ഒരുപാട് കാര്യങ്ങൾ ഞാനിപ്പം ഇവിടെ ഡിസ്കസ് ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. ഈ ഒരു ഫീൽഡ് മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക, നല്ല രീതിയിൽ യൂസ് ചെയ്യുക. നിങ്ങൾക്കൊരു ടീച്ചിങ് കരിയറാണോ നോക്കുന്നത്, അല്ലെങ്കിൽ ഒരു ഓൺട്രപ്രണർഷിപ്പാണോ നോക്കുന്നത്, അതൊക്കെ നിങ്ങളുടെ ചോയ്സാണ്. അതിനനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ കരിയർ ഡെവലപ്പ് ചെയ്യുക. ഇത്രയും ഓപ്പർച്യൂണിറ്റീസ് ഈ ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് TTCയിൽ ഉണ്ടെന്ന് നമ്മൾ ഇന്നാണ് മനസ്സിലാക്കിയത്. അപ്പോൾ ഇതിനെ പറ്റിയുള്ള കാര്യങ്ങൾ പറഞ്ഞു തന്നതിന് സാഹിറ മിസ് താങ്ക് യു സോ മച്ച്.